നമസ്കാരം. ഒരു ഇതിഹാസം കൂടി ലോകകപ്പിൽ നിന്ന് കിരീടമില്ലാതെ വിട പറയുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ കണ്ണീരോടെ മടങ്ങുകയാണ്. പോർച്ചുഗൽ സ്പെയിനിനോട് 1 ഗോളിന് പരാജയപ്പെട്ട് ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഈ ലോകകപ്പിൽ വേദനാജനകമായ മറ്റൊരു പടിയിറക്കം സംഭവിച്ചു. ഒറ്റയാനായി ഫുട്ബോളിൻ്റെ ആകാശത്ത് കിരീടം വെക്കാത്ത രാജാവായി പോർച്ചുഗലിനെ തോളത്ത് വെച്ച് അയാൾ സഞ്ചരിക്കുകയായിരുന്നു. ക്ലബ്ബുകളിൽ നിന്ന് ക്ലബ്ബുകളിലേക്കും കിരീടങ്ങളിൽ നിന്ന് കിരീടങ്ങളിലേക്കുമുള്ള സഞ്ചാരങ്ങൾക്ക് മുന്നിൽ അയാളുടെ മുന്നിൽ റെക്കോർഡുകൾ പഴങ്കഥയാവുന്നതും നമ്മൾ കണ്ടു. കീഴടക്കാത്ത സാമ്രാജ്യങ്ങൾ ഇല്ല എന്നായി. എന്നാൽ ഒന്നുണ്ടായിരുന്നു, സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു കിരീടം, ലോകകപ്പ് കിരീടം. അതുമാത്രം സാധ്യമായില്ല. പോർച്ചുഗലിൻ്റെ ഇത്തവണത്തെ വരവിന് ആ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ ഇതിഹാസത്തിന് ആ 41-കാരന് വേണ്ടിയുള്ള ലക്ഷ്യം. മികച്ച ടീമുമായി എത്തിയതാണ് ഇത്തവണ പോർച്ചുഗൽ. പക്ഷെ പലയിടത്തും പിഴച്ചുപോയ സംഘമായി. ഒടുവിൽ ഒരുമയോടെ കളിക്കാൻ ആവും പോലെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യഘട്ടങ്ങളിലെ പിഴവുകൾ തിരുത്താൻ ശ്രമിക്കുന്നത്, ലോകത്തെ വിറപ്പിച്ച ഗോളുകളുടെ ആശാനായ റൊണാൾഡോ വിയർത്ത് ഓടാൻ ശ്രമിക്കുന്നതും കണ്ടു. ഓരോ പോർച്ചുഗൽ കളിക്കാരും ആവോളം ആഗ്രഹിച്ചിട്ടും അവസാനം വരെ ഗോൾ ഏറ്റുവാങ്ങാതെ സ്പെയിനിനെ സമനിലയിൽ പിടിച്ചു നിർത്തി. പക്ഷേ ഇഞ്ചുറി ടൈമിൽ പകരക്കാരനായി എത്തിയ ആൾ അടിച്ച ഗോൾ പോർച്ചുഗലിൻ്റെ ഹൃദയം തകർത്തു. റൊണാൾഡോവിൻ്റെ സ്വപ്നങ്ങൾക്ക് അവസാനത്തെ ആണിയടിച്ചു. തിരിച്ചൊരു നീക്കത്തിന് പോലും സമയമില്ലാത്ത ആഘാതത്തിലേക്ക് നയിച്ച സ്പെയിനിൻ്റെ ഒരു ഉയിർപ്പ്. അവിടെ പോർച്ചുഗലിൻ്റെ പതനം, കണ്ണീരോടെ ക്രിസ്ത്യാനോയുടെ മടക്കം, ഇതൊക്കെ സംഭവിച്ചു. ഗ്രൗണ്ടിൽ എന്തൊക്കെ നടന്നുവെന്ന് വിശദമായി നമുക്ക് നോക്കാം. ഗോളുകളൊന്നും വീണില്ലെങ്കിലും ആവേശ നിമിഷങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അമ്മാതിരി കളിയായിരുന്നു പോർച്ചുഗൽ സ്പെയിൻ മത്സരം. ഇതുവരെയുള്ള മത്സരങ്ങളിൽ 1 ഗോൾ പോലും വഴങ്ങാത്തവർ എന്ന ഖ്യാതിയുമായാണല്ലോ സ്പെയിൻ ഇറങ്ങിയത്. ഒരുമയില്ലായ്മയുടെ പേരിൽ, ക്രിസ്ത്യാനോയെ കേന്ദ്രീകരിച്ച് കളിക്കുന്നതിൻ്റെ പേരിൽ, ക്രിസ്ത്യാനോയുടെ പേരിൽ ഒക്കെ വിമർശനങ്ങൾ കേട്ട ശേഷം ഒരുവിധം നന്നായി ടീം സ്പിരിറ്റോടെ കളിച്ചു തുടങ്ങി എന്ന പേര് കിട്ടുകയായിരുന്നു പോർച്ചുഗലിന്. അങ്ങനെയാണ് ഈ കളിയിലേക്ക് എത്തിയത്. ഒരു വമ്പൻ മത്സരം പ്രതീക്ഷിച്ചെത്തിയ ലോകമെങ്ങുമുള്ള ആരാധകരിൽ ക്രിസ്ത്യാനോയ്ക്ക് ഒരു വീരോചിതമടക്കം സ്വപ്നം കണ്ടവർ ഒക്കെ ഒരു പരിധിവരെ നിരാശരായി. കളി അത്രയൊന്നും ഉയർന്നില്ല. തുടക്കം വിരസമായിരുന്നു. പോർച്ചുഗൽ നിരാശപ്പെടുത്തി. അപ്പോഴും സ്പെയിൻ നല്ല നീക്കങ്ങളോടെ കളം പിടിച്ചു. 8-ാം മിനിറ്റിൽ തന്നെ ഡാനി ഓൾമോ നൽകിയ ഒരു അസിസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു സുവർണാവസരം സ്പെയിനിനെ മുന്നിലെത്തിച്ചേനെ. എന്നാൽ മൈക്കേൽ ഓയർബാൽ അത് പാഴാക്കി. പിന്നാലെ പോർച്ചുഗലിനും കിട്ടി ഒരവസരം. 17-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോയുടെ ഷോട്ട് സ്പെയിൻ ഗോൾ കീപ്പർ സിമോൺ തടുത്തു. എന്നാൽ സ്പെയിൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. യമാലും ബയേനയും സ്പെയിനിന് വേണ്ടി നിറഞ്ഞു കളിച്ചു. പോർച്ചുഗൽ ഗോളി ഡീഗോ കോസ്റ്റയുടെ കൈകളില്ലായിരുന്നെങ്കിൽ ആദ്യ പകുതിയിൽ കുറഞ്ഞത് 2 ഗോളെങ്കിലും പോർച്ചുഗലിനെതിരെ സ്പെയിൻ ഉറപ്പിച്ചതാണ്. എന്നാൽ കോസ്റ്റ ടീമിനെ കാത്തു. ഗോളിമാർ തന്നെയായി ആദ്യ പകുതിയുടെ ഹീറോകൾ. അത് സ്പെയിനിനെ സംബന്ധിച്ചും പ്രധാനമായി. സ്പെയിനിൻ്റെ സിമോൺ ഒരു പ്രതിരോധ കോട്ട തൻ്റേതായി തന്നെ തീർത്തു. കാര്യമായ നാടകീയതകളൊന്നും ഒന്നും ഉണ്ടായില്ല. ക്രിസ്ത്യാനോയ്ക്കും വേറൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. 2-ാം പകുതിയുടെ അവസ്ഥയും അതുപോലൊക്കെ തന്നെയായിരുന്നു. സമയം അവസാനിക്കുന്നവരെയും ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്നും കൊണ്ടേയിരുന്നു. ഗോളിന് 2-ാം പകുതിയും ദാഹിച്ചുകൊണ്ടേയിരുന്നതല്ലാതെ സംഭവിച്ചില്ല. അത്ര എക്സ്ട്രീമായ ഒരു നീക്കവും അധികമൊന്നും ഉണ്ടായതില്ല. സ്പെയിനിനാണെങ്കിൽ തോറ്റാലും ഗോളിന് വഴങ്ങൂല എന്നുള്ള ഒരു ശബ്ദത്തിൽ മുന്നോട്ട് പോകുന്നൊരു ടീമാണല്ലോ സ്പെയിൻ. ഈ ലോകകപ്പിൽ ഗോൾ വഴങ്ങാത്ത ടീം എന്ന ഖ്യാതിയുള്ള ടീം. അങ്ങനെ ഏകദേശം സമയം തീരാറായിരുന്നു. ഇത് എക്സ്ട്രാ ടൈമിലേക്ക് കിടക്കുന്നത് ഞാൻ ഉറപ്പിച്ചാണ്. ഇഞ്ചുറി ടൈം 6 മിനിറ്റായിരുന്നു. ഉറക്കം കുറച്ചും കൂടിയും നീട്ടി വെക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ചിങ്ങനെ ഇരുന്നതാണ്. ഫുട്ബോളല്ലേ, പ്രവചനങ്ങൾ ഏത് നിമിഷവും അട്ടിമറിക്കപ്പെടും. ലോകം തന്നെ അട്ടിമറിഞ്ഞാലും ഫുട്ബോളിൽ അട്ടിമറി അതാർക്കും തടുക്കാനാവില്ല. അതിൻ്റെ അവസാനത്തെ സമയത്ത് 85-ാം മിനിറ്റിൽ പകരക്കാരനായി എത്തിയ, നമ്മൾ വിചാരിക്കുകയും ചെയ്യാത്ത ഒരാൾ ഓടി വന്നിട്ട ഗോള്. മൈക്കൽ മെറീനോ ഈ ചതി ചെയ്യുമെന്ന് ക്രിസ്ത്യാനോ മുതൽ ഡീഗോ കോസ്റ്റ വരെ ഒരു പോർച്ചുഗൽ കളിക്കാരൻ വിചാരിച്ചതേയല്ല. ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ മൈക്കൽ മെറീനോ ആ ഗോൾ അടിച്ചു. അത് ക്രിസ്ത്യാനോയുടെയും പോർച്ചുഗലിൻ്റെയും ഹൃദയം പിളർന്ന് വലയിലെത്തി. ബോക്സിന് പുറത്തു നിന്നെടുത്ത പാസുമായി നേരെ വന്ന് പോസ്റ്റിന് മുന്നിൽ വന്ന ഒറ്റടി ഗോളായി. ഡി കോസ്റ്റ നിസ്സഹായനായിരുന്നു. പോർച്ചുഗൽ ആരാധകരുടെ ഹൃദയം പിളർന്നു. ഇനി മുന്നിലുള്ളതോ വെറും ബാക്കി 5 മിനിറ്റ്. പിന്നാലെ പോർച്ചുഗൽ മരണക്കളി കളിച്ച് ജയിക്കാൻ പറ്റില്ല, ഡ്രോ എങ്കിലും പിടിക്കാനുള്ള ശ്രമമായി. അതുവരെ സാധിക്കാത്തത് 5 മിനിറ്റ് കൊണ്ടിട്ടാണ് നടക്കുന്നത്. എന്നാലും അവരാവുന്നത് നോക്കി. ഒരു ഡ്രോ എങ്കിലും പിടിക്കണമല്ലോ. 96-ാം മിനിറ്റിൽ ബെർണാഡോ സിൽവ, ആ ശ്രമം ഗോളായില്ല. അതിന് പിന്നാലെ അവസാന നിമിഷം ഒരു ഫ്രീ കിക്ക്, അതും ഗോളായില്ല. അങ്ങനെ 2 അവസരങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടി, പക്ഷെ ഗോളായില്ല. അപ്പോഴേക്കും ഫൈനൽ വീസിൽ പോർച്ചുഗൽ കീഴടങ്ങി സ്പെയിനിന് മുന്നിൽ. സ്പെയിനിന് മുന്നിലാണ് കീഴടങ്ങിയത് എന്നത് ഈ കളിയുടെ മികവ് കൂട്ടുന്നുണ്ട്. യമാലും സംഘവും ഗംഭീരമായ ഫുട്ബോളാണ് ഈ ലോകകപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോർച്ചുഗലിനോടും കപ്പിലേക്കാണ് ഞങ്ങൾ എന്നവർ പ്രഖ്യാപിച്ചു ഈ കളിയിലൂടെ. തടയാനാകാത്ത കുതിപ്പ് എന്നത് വെറും വാക്കല്ല. ഗോൾ വഴങ്ങാത്ത അവരുടെ ഈ ടൂർണമെൻറ്റിലെ ഹിസ്റ്ററി മാത്രം നോക്കിയാൽ മതി. ടീം സ്റ്റാറ്റസിലും സ്പെയിനിന് മുൻതൂക്കാണ്.
വിജയം അവർ നേടിയത് ഭാഗ്യത്തിനല്ല എന്ന് സ്റ്റാറ്റസ് വ്യക്തമാക്കും. നോക്കാം നമുക്കത്. ടീം സ്റ്റാറ്റസിൽ പോർച്ചുഗൽ സ്പെയിനിന് പിന്നിൽ തന്നെയാണ്. പോർച്ചുഗൽ ഷോട്ട്സിൽ 10ഉം സ്പെയിൻ 15ഉമാണ്. ഷോട്ട്സ് ഓൺ ടാർജറ്റ് 13 പോർച്ചുഗൽ, 6 സ്പെയിൻ. പൊസഷൻ 44% പോർച്ചുഗൽ, എന്നാൽ 56% സ്പെയിൻ. പാസുകളുടെ കാര്യത്തിൽ 43% പോർച്ചുഗൽ, എന്നാൽ 522 സ്പെയിൻ. 85% പോർച്ചുഗലിൻ്റെ പാസ് അക്യുറസി, എന്നാൽ 91% സ്പെയിനിൻ്റേത്. ഫൗൾസ് 9 പോർച്ചുഗൽ, എന്നാൽ 13 ഉണ്ട് സ്പെയിൻ. യെല്ലോ കാർഡ് 2 പോർച്ചുഗലും 1 സ്പെയിനും. പിന്നെയുള്ളത് ഓഫ് സൈഡാണ്, അത് 2 പോർച്ചുഗൽ 1 സ്പെയിൻ. കോർണർ 3 പോർച്ചുഗൽ, 7 സ്പെയിൻ എന്നതാണ്. അത് സമഗ്രതയിൽ പോർച്ചുഗലിനേക്കാളും സ്പെയിൻ ഈ ടീം സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. സ്പെയിനിൻ്റെ കുതിപ്പ് തന്നെയാണ് ഇന്നും അടയാളപ്പെടുത്തപ്പെട്ടത്. ഒപ്പം അവരുടെ മികച്ച കളിക്കാരുടെ പ്രകടനവും പെഡ്രിയും റൊഡ്രിയും അടങ്ങിയ കോട്ട കിട്ടിയ കരുത്ത്. യമാലും ഓയർസബാലും എന്തിന് അവസാന നിമിഷം വന്ന് ഗോളടിച്ച് ജയിപ്പിച്ച മെറീനോ അടങ്ങുന്ന സംഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ഥിരതയാണ്. അതാണ് സ്പെയിനിൻ്റെ അടിസ്ഥാന മുഖമുദ്ര. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരിൽ സ്പെയിൻ ഒന്നാമതുണ്ട്. ആ അർത്ഥത്തിൽ ഈ കളി അവരുടെ കിരീടത്തിലേക്കുള്ള യാത്രയുടെ പ്രഖ്യാപനം കൂടിയാണ്. പണ്ടേ പ്രതിരോധിച്ച് തട്ടിമുട്ടി എന്ന് നമ്മളൊക്കെ പറയാറില്ല, എന്നെയൊക്കെ വെറുപ്പിച്ച ശൈലിയാണ് സ്പെയിൻ്റെ. നമുക്ക് സ്പെയിനോട് എത്ര ശ്രമിച്ചാലും ഒരു ഇഷ്ടം കിട്ടില്ല. കാരണം ആ കളി ഭയങ്കര ബോറടിയാണ് അവരുടെ കളി എന്ന് പറയാറുണ്ട്. പക്ഷേ ചില ആളുകൾ ശാസ്ത്രീയമായി തന്നെ സ്പെയിൻ്റെ ഗംഭീര കളിയാണെന്ന് പറയാറുണ്ട്. നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കൻ ശൈലിയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും സ്പെയിൻ ഒരു മടുപ്പുണ്ടാക്കുന്ന ടീമാണ്. അതിന് പക്ഷേ വലിയ ആരാധക വൃന്ദം ഉണ്ട്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പരിമിതി ആയിരിക്കും അത്തരത്തിൽ. എന്തായാലും ഇത്തവണയും ഇന്നത്തെ കളി ഏകദേശം ആ മട്ടിൽ തന്നെയായിരുന്നു. നേരത്തെയുള്ള ചില കളികളൊക്കെ പക്ഷേ നമുക്ക് ഇഷ്ടമുണ്ടാക്കുന്ന കളികളുണ്ടായിരുന്നു. പക്ഷേ പോർച്ചുഗലിനോടുള്ള കളിയും അവരുടെ പഴയ നമുക്ക് ഒരു ആക്രമണാത്മകം അല്ലെങ്കിൽ സൗന്ദര്യാത്മകം എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. പക്ഷേ എമാലിനെ പോലുള്ള പെഡ്രിമാരെ പോലുള്ള ആളുകൾ പലപ്പോഴും രസകരമായി കളിക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കാലത്തേക്കാളും വലിയ ആരാധക കൂട്ടത്തിലേക്കാണ് ഇത്തവണ സ്പെയിൻ എത്തിയത്. കേരളത്തിലടക്കം എക്കാലത്തും സ്പെയിനിന് ആരാധകരുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവരുടെ വലിയ 1-2 ഹീറോകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. യമാലടക്കമുള്ള നിര, അവരുടെ പ്രതിഭ വഴി സ്പെയിൻ ഈ ഒരു വലിയ നേട്ടം കൂടി സാധ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലിനെ മടക്കി അയക്കുന്നതോടെ സ്പെയിൻ കൂടുതൽ കരുത്തരായിട്ടുണ്ട്. ഒരു തിരിച്ചുവരവിന് സമയം പോലും നൽകാതെ നേടിയ വിജയം. ലോകകപ്പ് പ്രതീക്ഷകൾ മൈതാനത്ത് ഉപേക്ഷിച്ച് ക്രിസ്ത്യാനോയും സംഘവും മടങ്ങുമ്പോൾ ആ നിരാശ അവരിലുണ്ട്. ലോകകപ്പില്ലാത്ത ഇതിഹാസത്തിൻ്റെ മടക്കം കണ്ണീരിൽ കുതിർന്നാണ്. ടൂർണമെൻറ്റിലാകെ 3 ഗോൾ നേടിയ ക്രിസ്ത്യാനോ ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ടച്ചുകളുണ്ടായ മത്സരം ഇതായിരിക്കുമെന്ന് ഇനിയുള്ള വിശകലനങ്ങൾ ചിലപ്പോൾ വന്നേക്കും. കഴിഞ്ഞ തവണ പെനാൽറ്റിക്ക് വേണ്ടി മാത്രം ഒരേ ഒരു ടച്ചാണ് അത്രയും നേരം ഉണ്ടായിരുന്നത് എന്ന വിമർശനം നേരിട്ടതാണ് റൊണാൾഡോ. അത് വലിയ ചർച്ചയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലോകകപ്പിൽ മാത്രമല്ല, ഈ 41 വയസ്സിനിടയിൽ ഫുട്ബോളിൽ തൊട്ടു തുടങ്ങിയ കാലം മുതലേ നിരന്തര വിമർശനങ്ങൾ അത് ക്രിസ്ത്യാനോയെ തേടിയെത്തിയിരുന്നു. സ്പെയിനുമായിട്ടുള്ള ഈ മത്സരത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റിൽ ക്രിസ്ത്യാനോ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അതും കൂടി ഞാൻ വായിക്കാം. ഇപ്പോൾ അത് പ്രസക്തിയുള്ളതാണ്. കരിയറിൽ ഇനിയൊരു ലോകകപ്പ് കിരീടം നേടാനായില്ലെങ്കിൽ പോലും ഫുട്ബോൾ ചരിത്രത്തിൽ എഴുതി ചേർത്ത മഹത്വത്തിന് ഒരു കോട്ടവും തനിക്ക് സംഭവിക്കില്ല എന്നാണ് റൊണാൾഡോ ഇന്നലെ പറഞ്ഞത്. ആദ്യ 11 ഇല്ലാതെ ബെഞ്ചിലിരിക്കേണ്ടി വന്നാൽ പോലും ടീമിലുള്ള സ്വാധീനവും പങ്കും കുറയുകയില്ല. 41-ാം വയസ്സിൽ ഞാൻ കളിക്കുന്നതിനെ വിമർശിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. കഴിഞ്ഞ 23 വർഷമായി ഇതേ വേട്ടയാടൽ ഞാൻ നേരിടുന്നുണ്ട്. എന്നെ വിമർശിച്ച് ആരും വെറുതെ സമയം കളയരുത്. നിങ്ങളെപ്പോഴും ഒരേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്, ഇത് നിങ്ങളുടെ അവസാനത്തെ ലോകകപ്പാണോ എന്ന്. കഴിഞ്ഞ 23 വർഷമായി നിങ്ങൾ എന്നെ തകർക്കാൻ നോക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വെറും സമയനഷ്ടമാണ്. ഞാനിതെല്ലാം ശീലിച്ചു കഴിഞ്ഞു. 40 വയസ്സ് തികഞ്ഞിട്ടും എനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ആ വിമർശനങ്ങളാണ് എന്നെ വളർത്തിയത് എന്നാണ് റൊണാൾഡോ പറഞ്ഞത്. സ്പെയിനിനോട് പരാജയപ്പെട്ട് മടങ്ങുമ്പോൾ ഒറ്റയ്ക്കൊരു ഇതിഹാസമായി മാറിയവൻ്റെ അനിവാര്യമായ ദുരന്തമാണ് ക്രിസ്ത്യാനോയ്ക്കൊപ്പം സംഭവിച്ചത്. പോർച്ചുഗലിന് അത് സാധ്യമാകുമായിരുന്നില്ല. ക്രിസ്ത്യാനോയിലൂടെ പോർച്ചുഗൽ ലോകത്തോളം വളർന്നത് കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്തവണ മികച്ച ടീമായിരുന്നെങ്കിലും കപ്പിലേക്ക് അടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന് പോർച്ചുഗൽ തെളിയിച്ചു. അതുകൊണ്ട് പ്രതീക്ഷയുടെ ആ ഭാരം ക്രിസ്ത്യാനോയ്ക്കും ഇനി ചുമക്കേണ്ടതില്ല. അത് നടക്കില്ല എന്ന സത്യം തിരിച്ചറിയുകയാണ്. നെയ്മറിന് പിന്നാലെ ക്രിസ്ത്യാനോ മടങ്ങുമ്പോൾ ഫുട്ബോൾ ഒരിക്കൽ കൂടി അതിൻ്റെ അനിശ്ചിതത്വമാണ് പ്രഖ്യാപിക്കുന്നത്. പലപ്പോഴും ആ കളിയുടെ സൗന്ദര്യവും ചിലപ്പോഴൊക്കെ ശാപവുമായി തോന്നുന്ന അനിശ്ചിതത്വം. എന്നാലും ഫുട്ബോളിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനോയെ പോലുള്ളവർ നമുക്ക് എത്രയെത്ര ആനന്ദം ഫുട്ബോളിലൂടെ സമ്മാനിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനോയുടെ ഈ അവസാനത്തെ ലോകകപ്പിൽ നമ്മൾ എത്രയെത്ര മുഹൂർത്തങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നു. ഈ ലോകകപ്പിൽ ഇനിയൊരു യാത്രയപ്പില്ല. നന്ദി ക്രിസ്ത്യാനോ.